ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ആലു പറാട്ടേൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഒരു 4 പൊട്ടറ്റോ തൊലി കളഞ്ഞ് ഉപ്പ് ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം അതൊന്ന് സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഒരു പാൻ വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിൽ ചെറിയ ജീരകം ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. അതൊന്ന് പൊട്ടി വന്നാൽ അതിലേക്ക് ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് കൂടെ ചേർത്ത് പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നന്നായി ചെറിയ പീസിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ പച്ചമുളക് നിങ്ങളെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 3 പീസ് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് വാടി വന്നാൽ അതിലേക്ക് ഒരു സവാള കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. നന്നായി ചെറുതായി കട്ടിയിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉള്ളി നന്നായി വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചാറ്റ് മസാല, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് മഞ്ഞൾ കൂടെ ചേർത്ത് പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ നന്നായി വാടിയിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് മല്ലിയില കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മാറ്റിയെടുക്കാം. അതിന് ശേഷം നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള പൊട്ടറ്റോ നന്നായി ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം അതിൽ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിന് ശേഷം ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ചപ്പാത്തിയുടെ മാവ് കുഴക്കുന്നത് പോലെ തന്നെ കുഴച്ചിട്ട് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു മാവ് എല്ലാം കൂടെ ബോളാക്കി എടുക്കാം. സാധാരണ ചപ്പാത്തീൻ്റെ മാവിനേക്കാളും കുറച്ചും കൂടെ വലുപ്പത്തിലാണ് ബോളാക്കി എടുക്കുന്നത്. അപ്പോൾ കറക്റ്റ് അതിൻ്റെ ഫില്ലിങ് ഉള്ളിൽ വരുമ്പോൾ നന്നായി പരത്തിയെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഇതെല്ലാം ബോളാക്കി എടുത്തിട്ടുണ്ട്. അടുത്തത് ഇതൊന്ന് ചെറുതായി ഒന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് എടുത്ത് ബോളാക്കിയിട്ട് ഇതിൽ വെച്ച് ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ വെച്ച് എല്ലാ സൈഡിലും ഇതുപോലെ ഒന്ന് വലിച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നന്നായി ഇതുപോലെ ഒന്ന് അടിയിലേക്ക് നന്നായി ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കുക. അതിനുശേഷം കയ്യിൽ വെച്ച് നന്നായി ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം ആവശ്യത്തിന് പൊടി ചേർത്ത് ഇതുപോലെ ചെറുതായി പ്രസ് ചെയ്തിട്ടാണ് പരത്തിയെടുക്കേണ്ടത്. നന്നായി പ്രസ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഫില്ലിംഗ് ഒക്കെ പുറത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ ആലു പറാട്ട പരത്തിയെടുത്തിട്ടുണ്ട്. അടുത്തതും അതുപോലെ തന്നെ എല്ലാം അതേ സെയിം പോലെ തന്നെ ചെയ്തെടുക്കാം. ഇതുപോലെ ബോളാക്കിയിട്ട് മാത്രമേ ഉള്ളിൽ ഫില്ല് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് ഈസിയാവും പരത്തിയെടുക്കുമ്പോൾ. ശേഷം കയ്യിൽ വെച്ച് ഒന്നുകൂടെ ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായി പ്രസ് ചെയ്തതിന് ശേഷം മാത്രം പരത്തിയെടുക്കുക. അടുത്തതൊന്ന് ചുട്ടെടുക്കാം. പാൻ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് ഓയിലോ അല്ലെങ്കിൽ ഗീയോ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നേരത്തെ പരത്തി വെച്ചിട്ടുള്ള ആലു പറാട്ട ഇട്ട് ചുട്ടെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ചെറുതായിട്ട് ഫില്ലിങ് പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം ആവശ്യത്തിന് നെയ്യോ ഓയിലോ ചേർത്ത് തിരിച്ചിടുമ്പോൾ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം തിരിച്ച് മറിച്ചിട്ട് ചുട്ടെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ആലു പറാട്ടയുടെ റെസിപ്പി പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. ചപ്പാത്തി കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ അവർക്ക് കുറച്ചും കൂടെ ഒരു ഇഷ്ടമാകുന്ന ഒരു റെസിപ്പിയാണ് ഈ ഒരു ആലു പറാട്ടേൻ്റെ റെസിപ്പി.
അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് കമൻസിൽ അറിയിക്കാൻ മറക്കരുത്. ജസ്ന സ്പൈസ് എന്ന് പറഞ്ഞ ചാനൽ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.